എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പനെ കാണിക്കുന്നു. അങ്ങോട്ടേക്ക് ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ നമ്മുടെ ഹൊക്കാഗെ. ഹൊക്കാഗെ ആവട്ടെ അക്കമൊരു പട്ടിക്കുട്ടിയെ കാണിച്ചു കൊടുത്ത് നിന്റെ പുതിയ മിഷൻ ഈ ഒരു പട്ടിക്കുട്ടിയെ ഒബ്സർവ് ചെയ്യുക എന്നതാണ്. കുട്ടപ്പനുടനെ അക്കമൊരു പട്ടിക്ക് അവൻ എന്തു പറ്റി? അതിന് ഹൊക്കാഗെ ഗ്രാമത്തിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ആരോ ഒരാള് ഗ്രാമത്തിലേക്ക് കടന്നു കയറി. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ കിബയും ടൺടണും അക്കമരുവും ചേർന്ന് അവനെ പിടികൂടി. പക്ഷെ ആ സമയത്ത് തന്നെ അവൻ എന്തോ ഒരു മരുന്ന് കഴിച്ച് ആത്മഹത്യ ചെയ്തു. അവൻ ആ മരുന്ന് കഴിച്ചതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് വൈറസ് പുറത്തേക്ക് വരാനായിട്ട് ആരംഭിച്ചു. അത് അഫക്റ്റ് ചെയ്തത് അക്കമൊരു പട്ടിക്കുട്ടിയാണ്. അത് മുഴുവനായിട്ട് അഫക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അഫക്റ്റ് ചെയ്യുന്നവര് വളരെ ഡേഞ്ചർ ആയി തീരും. മാത്രമല്ല പതിയെ പതിയെ അത് മരിച്ചു പോവും. ഇപ്പൊ ആ ഒരു വൈറസ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അക്കമൊരു പട്ടിക്കുട്ടിയാണ്. കട്ട് ചെയ്ത ഇവിടെ കിബയാവട്ടെ വളരെ വിഷമത്തിലിരിക്കുകയാണ്. അവന്റെ പട്ടിക്കുട്ടിക്ക് ഇപ്പൊ ഒട്ടും സുഖമില്ലാത്തതിനാല് വളരെ വിഷമിച്ചാണ് നമ്മുടെ കിബ ഇരിക്കുന്നത്. കിബ അവന്റെ പട്ടിക്കുട്ടിയെ ഇപ്പൊ എടുത്തോണ്ട് വന്ന് അതിനെ ശുശ്രൂഷിക്കുമ്പോ അവിടേക്ക് ഷിനോ കടന്നു വരും. ഷിനോ പറയും, സാരമില്ല, ഹൊക്കാഗെ ആന്റി അവന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവൻ സുഖമായി തീരും. അപ്പൊ അതേ സമയത്ത് ഷിനോയുടെ ഈച്ചകളാവട്ടെ അവറ്റകൾ അറിഞ്ചം പൊറഞ്ചം ഇപ്പൊ അക്കമൊരു പട്ടിക്കുട്ടിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. കിബ ആകെ അപ്സെറ്റ് ആയിട്ട് ഇപ്പൊ ഷിനോയെ വിളിച്ചു കാറുമ്പോ ഷിനോയെ കൊണ്ട് പോലും ആ ഈച്ചകളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ജിപ്സ് യൂസ് ചെയ്ത് അവൻ ഒരു വിധത്തില് ആ ഈച്ചകളെ കൺട്രോൾ ചെയ്യും. പക്ഷെ എന്തുകൊണ്ടാണ് ഈച്ചകൾ ഇങ്ങനെ ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും ഷിനോയ്ക്ക് പിടികിട്ടില്ല. കിബ വിഷമത്തോടുകൂടെ തിരിച്ചു വരികയാണ്. അപ്പൊ അതേ സമയത്ത് നമ്മുടെ കുട്ടപ്പനാവട്ടെ മരത്തിന്റെ മേലെ ഇരുന്ന് ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. കിബ ആകെ അപ്സെറ്റ് ആയിട്ട് ഇപ്പൊ മേലേക്ക് നോക്കുമ്പോ കുട്ടപ്പനെ മരത്തിന്റെ മേലെ കാണും. അവൻ അങ്ങനെ തന്നെ കൺട്രോൾ പോയി താഴെ വീഴുമ്പോ പണി പാളിന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ, ഞാൻ ആക്ച്വലി ഒരു ജിപ്സ് പ്രാക്ടീസ് ചെയ്യാൻ വന്നാണ്, നമുക്ക് പിന്നെ കാണാം, ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടി രക്ഷപ്പെടും. വീട്ടിലേക്ക് വന്ന് കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കാം എന്ന് ചിന്തിക്കുമ്പോ കിബയുടെ ചേച്ചി ആവട്ടെ അക്കമരുവിന് വേണ്ടി ഇപ്പൊ ഒരു മരുന്ന് തന്നെ റെഡിയാക്കും. പക്ഷെ ആ ഒരു മരുന്ന് കഴിച്ചാ 50% മാത്രമേ അവൻ രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളൂ. അത് കേട്ട് കിബ വിഷമിച്ചു നിൽക്കുമ്പോ ഇപ്പൊ പുറത്ത് എന്തൊക്കെയോ ചില അത്യാഹിത ശബ്ദങ്ങള് ഇപ്പൊ കിബ കേട്ട് അവൻ പുറത്തേക്ക് ഓടി വരും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അക്കമൊരു പട്ടിക്കുട്ടി കുട്ടപ്പന്റെ ഹൗസിങ്ങിൽ തന്നെ ഇപ്പൊ കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കിബ ഓടി വന്ന് ഇപ്പൊ അക്കമൊരു പട്ടിക്കുട്ടിയെ അവൻ പിടിച്ചു മാറ്റും. കുട്ടപ്പനാണ് പേടിച്ചരണ്ടിരിക്കുകയാണ്. വേണ്ട വേണ്ട, എന്നെ ഹെൽപ്പൊന്നും ചെയ്യണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോ കിബ ചോദിക്കും, നീ കുറച്ച് ദിവസമായി ഇപ്പൊ എന്നെയും അക്കമൊരു പട്ടിക്കുട്ടിയും ഫോളോ ചെയ്യുന്നു, അതിന് കാര്യം എന്താ ചോദിക്കുമ്പോ കുട്ടപ്പൻ അത് കേട്ട് ആ അത് എന്നൊക്കെ പറഞ്ഞ് ബബ അടിക്കുമ്പോ കിബ പറയും, നീ ആദ്യം വീട്ടിലേക്ക് വായോ, എന്നിട്ട് നിന്റെ ഹൗസിങ് അത് ഞാൻ തുന്നിത്തരാന്ന് പറയും. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ കിബയുടെ ചേച്ചി ആവട്ടെ നല്ല അസലായിട്ട് പാൻ്റ് അവന്റെ ഹൗസിങ്ങിന് ചേർത്ത് തുന്നി അങ്ങോട്ട് കൊടുക്കും. അത് കണ്ട് കുട്ടപ്പൻ പറയും, അത് കുഴപ്പമില്ല, ഞാൻ സാക്കുറെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് റെഡിയാക്കിക്കോളാം. കട്ട് ചെയ്ത മൂട് കീറിയ പാൻറ്റുമായിട്ട് പാവം കുട്ടപ്പനാവട്ടെ അവന്റെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പൊ ഹൊക്കാഗയ്ക്ക് കൊടുക്കും. അത് വായിച്ചു നോക്കുമ്പോ ആ വൃത്തികെട്ട പട്ടി എന്റെ മൂട് കടിച്ചു പറിച്ചു. ഷിനോയുടെ ഈച്ചകളാവട്ടെ അതിനെ അങ്ങനെ പൊതിഞ്ഞ് കൊല്ലാൻ നോക്കി. അതൊക്കെ വായിക്കുമ്പോ ഇപ്പൊ ഹൊക്കാഗയ്ക്ക് പിടികിട്ടും അക്കമൊരു പട്ടിക്കുട്ടിയുടെ അസുഖം അത് കൂടി വരികയാണ്. അപ്പൊ അതേ സമയത്ത് അസിസ്റ്റന്റ് ചേച്ചി അവിടേക്ക് ഓടി വന്ന് കാട്ടിൽ മുഴുവൻ രക്തക്കറയാണ്. മാത്രമല്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേരെ ആരൊക്കെയോ ചേർന്ന് കത്തി വെച്ച് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഹൊക്കാഗ തീർച്ചയായിട്ടും ഇപ്പൊ അവിടേക്ക് വരണമെന്ന് പറഞ്ഞ് ഹൊക്കാഗയും കുട്ടപ്പനും അസിസ്റ്റന്റ് ചേച്ചിയും ഇപ്പൊ കാട്ടിലേക്ക് വരും. അവര് കാട്ടിലെത്തി ഇപ്പൊ പരിശോധിക്കുമ്പോ ഹൊക്കാഗ ആന്റി കാണും മരത്തിൽ മുഴുവൻ ഏതോ ഒരു ജീവിയുടെ കാൽപ്പാട്. കട്ട് ചെയ്ത കിബയാവട്ടെ ഇപ്പൊ അക്കമരുവിന്റെ കൈ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിബയുടെ ചേച്ചി ഓടി വന്ന് കാര്യം പറയുമ്പോഴേക്കും കിബ പറയും, നൈറ്റ് പ്രാക്ടീസ് ചെയ്ത ഒരുപാട് ഷിനോബീസിനെ ആരോ ആക്രമിച്ചു, അത് മറ്റാരുമല്ല നമ്മുടെ കിബ തന്നെയാണ്, എനിക്ക് അവന്റെ കയ്യിൽ നിന്ന് ബ്ലഡിന്റെ സ്മെല്ല് കിട്ടിയെന്ന് പറയുമ്പോ കിബയുടെ ചേച്ചി ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. അപ്പൊ അതേ സമയത്ത് തന്നെ ബ്ലാക്ക് ഓപ്സിലെ ആളുകള് ഇപ്പൊ അക്കമരുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവിടേക്ക് വരും. ഉടനെ കിബ അവനെ ഞാൻ വിട്ടുതരില്ല, ദയവ് ചെയ്ത് അവനെ എന്റെ അടുത്ത് കൊണ്ടുപോകരുത് എന്ന് വിളിച്ചു കാറും. പക്ഷെ കിബയുടെ ചേച്ചി ഇപ്പൊ കിബയെ തടഞ്ഞു വെക്കുമ്പോ അൻപു ബ്ലാക്ക് ഓപ്സ് ആവട്ടെ അക്കമരുവെ ഒരു കൂട്ടിലടച്ച് ഇപ്പൊ എടുത്തോണ്ട് പോവും. കിബയുടെ ചേച്ചി പറയും,
ഹൊക്കാഗെ പറഞ്ഞ നമുക്കൊരിക്കലും അത് തട്ടിക്കളയാനാവില്ല. അക്കമൊരു പെട്ടിക്കുള്ളിൽ കിടന്ന് അവനെ വിട്ടുപോകുന്നത് കാണുമ്പോ കിബയ്ക്കാവട്ടെ ഇപ്പൊ ഒരുപാട് വിഷമാവും. കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ കിബയാവട്ടെ അക്കമരുവിന്റെ മരുന്നൊക്കെയായി ഇപ്പൊ അക്കമരുവിനെ കാണാനായി ഹൊക്കാഗയുടെ ഓഫീസിലേക്ക് പോകും. ഹൊക്കാഗയുടെ ഓഫീസിന്റെ മുൻപില് എത്തുമ്പോ തന്നെ അവൻ കാണും ഇപ്പൊ കുട്ടപ്പൻ ബിൽഡിംഗ് മുഴുവൻ ചാടി ഹൊക്കാഗയുടെ അടുത്തേക്ക് പോകുന്നത്. ഇവൻ എന്തിനായിരിക്കും ഇപ്പൊ ചാടി ഹൊക്കാഗയുടെ അടുത്തേക്ക് പോകുന്നതെന്ന് കിബ ചിന്തിച്ചു നിൽക്കും. ആക്ച്വലി നമ്മുടെ കുട്ടപ്പൻ എന്തിനാണ് അക്കമരുവിനെ അറസ്റ്റ് ചെയ്തത് എന്നറിയാനാണ് ഹൊക്കാഗയുടെ അടുത്തേക്ക് പോകുന്നത്. അതിന് ഹൊക്കാഗ പറയും അക്കമൊരു പട്ടിക്കുട്ടി, അവന്റെ അസുഖം അത് വളരെ കൂടുതലാണ്. ട്രീറ്റ്മെന്റ് ഫലിച്ചില്ലെങ്കിൽ അവനെ കൊല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ലെന്ന് പറയുമ്പോൾ ഇവിടെ കിബയാവട്ടെ ഹോസ്പിറ്റലിലെത്തി അക്കമരുവിന് മെഡിസിൻ കൊടുക്കാൻ എന്ന വ്യാജേനെ അക്കമൊരു പട്ടിക്കുട്ടിയെ അവന്റെ ബാഗിലിട്ട് പുറത്തേക്ക് കൊണ്ടുപോകും. ഇതറിഞ്ഞ ഹൊക്കാഗെ ആവട്ടെ ഇപ്പൊ കലി കയറി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വലിയ അപകടമാണെന്ന് ഇപ്പൊ കുട്ടപ്പനോട് പറയും. ഇനി എത്രയും പെട്ടെന്ന് സ്പെഷ്യൽ കോപ്സിനെ തന്നെ അയക്കണം, അല്ലെങ്കിൽ കാര്യം കൈവിട്ടു പോകുമെന്ന് പറയുമ്പോൾ കുട്ടപ്പന് ടെൻഷനാവും. അവൻ ചോദിക്കും അവർ അക്കമൊരു പട്ടിയെ എന്നേക്കുമായിട്ട് കൊന്നുകളയോ. അത് കേട്ട് ഇപ്പൊ ഹൊക്കാഗയ്ക്ക് ഒരുപാട് വിഷമായി അവൾ തല കുനിച്ചു നിൽക്കും. ഉടനെ കുട്ടപ്പൻ പേടിച്ച് അക്കമറുവിനെയും കിബയും കണ്ടെത്താനായിട്ട് ഇപ്പൊ കാട്ടിലേക്ക് ഓടും. ഇപ്പൊ കിബ അവൻ കാട്ടിലെത്തിയിട്ട് അക്കമറു പട്ടിക്കുട്ടിയെ താഴത്ത് വെച്ച് അതിനെ ചെക്ക് ചെയ്യും. വൈറസ് മുഴുവൻ സ്പ്രെഡായി അതിപ്പോ മരിക്കാനായെന്ന് കിബയ്ക്ക് മനസ്സിലാവും. അപ്പൊ ആ സമയം തന്നെ ആരും അവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വീണ്ടും അക്കമരുവെ എടുത്ത് അവിടുന്ന് ഓടാൻ തുടങ്ങും. എന്തൊക്കെ സംഭവിച്ചാലും അക്കമരുവെ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ല. കട്ട് ചെയ്ത കുട്ടപ്പൻ ഇവനിതെവിടെ പോയെന്നും പറഞ്ഞ് ഇപ്പൊ കാട്ടിലൂടെ മാക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹൊക്കാഗെ ആവട്ടെ ഇപ്പൊ സ്പെഷ്യൽ കോപ്സിന്റെ കയ്യിലേക്ക് ഒരു മെഡിസിൻ കൊടുത്തിട്ട് ഇതെങ്ങനെയെങ്കിലും അക്കമരുവിന്റെ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്യണം. ഈ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ 50% അക്കമരു റെഡിയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ മരുന്നിന് ധാരാളം സൈഡ് എഫക്ട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അക്കമരു വയലന്റ് ആയേക്കാം. ഇവിടെ ഹൊക്കാഗയ്ക്കും അക്കമൊരു പട്ടിക്കുട്ടിയെ കൊന്നുകളയാൻ ഒട്ടും ഇഷ്ടമല്ല. കട്ട് ചെയ്ത കുട്ടപ്പനാവട്ടെ ഇപ്പൊ കാട്ടിലൂടെ ഒരുപാട് ഓടി കിബയെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. കിബയാവട്ടെ എന്തോ കണ്ട് പേടിച്ചു നിൽക്കുമ്പോ കുട്ടപ്പൻ ചോദിക്കും എന്തു പറ്റി? ആ സമയത്ത് കുട്ടപ്പൻ കാണും ആ ഒരു അക്കമൊരു പട്ടിക്കുട്ടി അതിന്റെ അസുഖം കൂടി ഇപ്പൊ വലിയ സൈസായി കിബയെ നോക്കി കുരച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പനെ കണ്ട ഉടൻ തന്നെ ഇപ്പൊ കിബയ്ക്ക് കലി കയറി അവൻ കത്തിയെടുത്ത് കുട്ടപ്പനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതിന് കുട്ടപ്പൻ നിലവിളിച്ച് പറയും, എടാ ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അതിന് കിബ പറയും, എനിക്കറിയാം നീയും ഹൊക്കാഗയും ചേർന്ന് എന്റെ അക്കമരുവെ അവനെ കൊന്നു തള്ളും. നിങ്ങൾ രണ്ടുപേരും ഹൊക്കാഗയുടെ ഓഫീസിൽ വെച്ച് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാണ് വേറെ വഴിയില്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അവനെ കടത്തി ഇവിടേക്ക് വന്നത്. അതിന് കുട്ടപ്പൻ, അല്ല നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിന്നെയും അക്കമരുവിനെയും പിടിക്കാനായിട്ട് സ്പെഷ്യൽ കോപ്സ് വരുന്നുണ്ട്. സ്പെഷ്യൽ കോപ്സ് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അക്കമൊരു പട്ടിക്കുട്ടിയെ അവർ കൊന്നുകളയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനുമായിട്ട് നമുക്ക് രക്ഷപ്പെടണം. അവരങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് ആ സ്പെഷ്യൽ കോപ്സിലെ ആളുകള് അവിടേക്ക് ചാടിയെത്തും. അവർ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അതാരാണെന്ന് നോക്കുമ്പോ കിബയുടെ ചേച്ചി ഹന്ന. ഇത് നീയാണോ എന്റെ അക്കമരുവെ കൊല്ലാൻ പോകുന്നെന്ന് ചോദിക്കുമ്പോ അതിനവള് പറയും, അവനെ കൊല്ലാനല്ല മറിച്ച് രക്ഷിക്കാനാണ് ഞാൻ വന്നത്. ഹൊക്കാഗെ ഒരു മരുന്ന് തന്നിട്ടുണ്ട്, പക്ഷെ അത് കൊടുത്താ 50% മാത്രമേ ചാൻസ് ഉള്ളൂ. ഒരു പക്ഷേ അവൻ വയലന്റ് ആയാല് കൊന്നുകളയല്ലാതെ വേറൊരു മാർഗവും എനിക്കുണ്ടാവില്ല. അത് കേൾക്കുമ്പോ ഇപ്പൊ കിബയ്ക്ക് വീണ്ടും ഒരുപാട് വിഷമാവും. അതിന് കുട്ടപ്പൻ പറയും, അക്കമരു രക്ഷിക്കാൻ 1% ചാൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് ശ്രമിക്കണം. അതിനെന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഹന്നയുടെ ആൾക്കാരാവട്ടെ അക്കമരുവെ 4 സൈഡിൽ നിന്ന് ഇടിച്ച് അതിനെ ബോധം കെടുത്തി താഴെയിടും. കുട്ടപ്പനും അവന്റെ ക്ലൗൺസും പട്ടിക്കുട്ടിയെ പിടിച്ചു വെക്കുമ്പോ ഹന്നയാവട്ടെ ആ ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ പട്ടിക്കുട്ടിയുടെ അടുത്തേക്ക് വരും. അക്കമരു അങ്ങനെ തന്നെ അവരെ എല്ലാവരെയും പിടിച്ചു വലിച്ച് തൊഴിച്ച് പറപ്പിച്ചെറിയും. അവളുടെ കയ്യിലിരുന്ന ആ ഒരു മെഡിസിൻ അങ്ങനെ തെറിച്ചു ചെന്ന് ഇപ്പൊ കിബയുടെ കാൽക്കല് വീഴും. അസുഖം കൂടി അതിനൊപ്പം കലിയും കയറി അക്കമൊരു പട്ടിക്കുട്ടി ഇപ്പൊ ഒരു മോൺസ്റ്ററിനെ പോലെ ആയിത്തീരും. അപ്പൊ നമ്മുടെ ചേച്ചി പുറകെ വന്നിട്ട് അവള് നിലവിളിക്കും, വേറെ വഴിയില്ല, അക്കമൊരു പട്ടിയെ അവനെ ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് കത്തിയെടുത്ത് അവന് നേരെ ചാടി അങ്ങോട്ട് വരും. അത് കണ്ട് കിബയാവട്ടെ ഉടനെ അവളുടെ കയ്യെ പിടിച്ച് വലിച്ച് അക്കമരുവോട് സംസാരിക്കാനായിട്ട് ആരംഭിക്കും. അക്കമരു, നമ്മൾ ചെറുപ്പം മുതലേ ഒന്നിച്ചാണ് ജീവിച്ചത്. എല്ലാ കാര്യത്തിലും നമ്മൾ രണ്ടുപേരും എന്നും ഒന്നിച്ചുണ്ടായിരുന്നു. ദയവ് ചെയ്ത് നീ അതൊക്കെ ഒന്ന് ചിന്തിക്കേ, എന്നെ മനസ്സിലാക്ക്. എനിക്ക് എന്റെ പഴയ അക്കമരുവെ
അവനെ തിരികെ വേണം. അവന്റെ കളിയും ചിരിയും അതൊക്കെയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടാണ് നിനക്കിതെല്ലാം തന്നെ സംഭവിച്ചത്. ദയവേത് നീ മരിക്കുന്നതിന് മുൻപ് എന്നെ കൊന്നുകള. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കണ്ടെന്ന് പറയുമ്പോ അക്കമൊരു പട്ടിയാവട്ടെ അങ്ങനെ ചാടി വന്ന് കിബയെ ഇടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. ആ ഇടിയില് കിബ കറങ്ങി അടിച്ച് താഴെ വീഴും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കിബയാവട്ടെ ഒരുപാട് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കാണ്. അവൻ കണ്ണു തുറന്ന് എന്റെ പട്ടി എവിടെ, അതിനെ എവിടെയെങ്കിലും കണ്ടോ ചോദിക്കുമ്പോ ഹൊക്കാഗ പറയും അവൻ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും നിന്റെ സ്നേഹം അതവൻ അവസാനം തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് അടുത്തൊരു ബെഡ് ഇപ്പൊ ഹൊക്കാഗെ ചൂണ്ടി കാണിച്ചു കൊടുക്കും. അവിടെ പട്ടിക്കുട്ടി ആവട്ടെ ഇപ്പൊ അസുഖമൊക്കെ ഭേദമായിട്ട് ഹാപ്പി ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇപ്പൊ കിബയെയും അക്കമറുവേയും നോക്കി സന്തോഷമായിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.